ഹായ് യുവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. വണ്ടിപ്രാന്തന്മാരുടെയൊക്കെ ഫേവറേറ്റ് വണ്ടിയായ ഇപ്പോഴും ഫാൻസിന് ഒരു കുറവില്ലാത്ത ട്രയംഫിൻ്റെ ഒരു ബൈക്കായിരുന്നു ഡയറ്റോണ 675 എന്ന് പറയുന്നത്. അതൊരു 10 വർഷം മുമ്പൊക്കെയാണ് ഈ വണ്ടി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നത്. ആ ഒരു ടൈമിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു ഇത്തരം പെർഫോമൻസ് ഉള്ള വേറൊരു വണ്ടി ഇല്ലായിരുന്നു തന്നെ പറയാം. അത്രയ്ക്ക് പെർഫോമൻസ് ഉള്ള, അത്രയ്ക്ക് ഡോമിനേറ്റ് ചെയ്ത ആ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു നമ്മുടെ ട്രയംഫിൻ്റെ ഡയറ്റോണ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു വണ്ടിയാണ് നമ്മുടെ ട്രയംഫ് പിന്നെയും കൊണ്ടുവന്നേക്കുകയാണ്. അതായത് നമ്മുടെ ട്രയംഫിൻ്റെ ആ ട്രൈഡൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് പുതിയ ഡയറ്റോണ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ ഡയറ്റോണയ്ക്ക് നമ്മുടെ ആ ഒരു പഴയ ഡയറ്റോണയുടെ ആ ഒരു പേരും ആ ഒരു ലെഗസിയൊക്കെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വണ്ടിയുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് CBR 650R ലുക്കുമായിട്ട് വളരെ സിമിലർ ആണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ പല ആംഗിളിൽ നോക്കുന്നത് നമുക്ക് ആ ഒരു CBRൻ്റെ ഫീൽ കിട്ടുന്നുണ്ട്. എങ്കിലും നമ്മൾ ആ ഒരു പഴയ ഡയറ്റോണയുടെ ആ ലുക്ക് മനസ്സിലിട്ടാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്ന ഒരു ഡയറ്റോണയുടെ ഒരു ഫീൽ കിട്ടും. എങ്കിലും ഏതാണ്ട് ആ ഒരു CBRൻ്റെ ലുക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ ആ ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റും ആ ഒരു സൈഡിൽ ലുക്കൊക്കെ നോക്കാൻ നേരത്ത് നമുക്ക് ആ ഒരു CBRൻ്റെ ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ നോക്കിയാലും ഉണ്ട് ആ ഒരു ഫ്രണ്ടിൽ വന്നേക്കുന്ന വൈസാക്ക ക്ലിയർ ഗ്ലാസിൻ്റെയാണ്. പിന്നെ ഫുള്ള് LED ലൈറ്റുകളാണ് വണ്ടിയിൽ വന്നേക്കുന്നത്. ഹാർഡ്വെയർസൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രീമിയമാണ്. ഫ്രണ്ടിൽ വന്നേക്കുന്നത് 41 mm USD ഫോക്കാണ്. അത് 110 mm ട്രാവൽ വരുന്നുണ്ട്. അതിൽ അഡ്ജസ്റ്റബിലിറ്റി കൊടുത്തിട്ടുണ്ട്. റിയറിൽ നോക്കുകയാണെങ്കിൽ മോണോഷോക്കാണ് പറയുന്നത്. ഷോവാർഡ് സസ്പെൻഷനൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ബ്രേക്കിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് 310 mm ഡിസ്ക്കാണ്. റിയറിൽ വന്നേക്കുന്നത് 220 mm ഡിസ്ക്കാണ്. 17 ഇഞ്ചിൻ്റെ വീൽസാണ് വണ്ടിയിൽ കിട്ടിയേക്കുന്നത്. വണ്ടിക്ക് 14 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ 736 mm സീറ്റ് വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ 201 കിലോഗ്രാമോളം വണ്ടിക്ക് വെയിറ്റും വരുന്നുണ്ട്. പിന്നെ ഒരു കളർ TFT ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സും വണ്ടിയുടെ വിവരങ്ങളും എല്ലാം അറിയാൻ കഴിയുന്നതാണ്. പിന്നെ ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഫീച്ചേഴ്സും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ മെയിൻ പാർട്ടിനെ കുറിച്ച് പറയാം, അതായത് വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച്. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു പഴയ ഡയറ്റോണയുടെ എഞ്ചിനെ കുറിച്ച് നോക്കണം. അതെന്ന് പറയുന്നത് ഒരു 675 cc ഇൻലൈൻ 3 സിലിണ്ടർ എഞ്ചിനാണ്. അതിന് ഏകദേശം 126 HP പവർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 74 Nm ടോർക്കും ഉണ്ടായിരുന്നു. അപ്പം അത്രയ്ക്ക് മാരക പവറാണ് ആ ടൈമിൽ ആ വണ്ടി വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന നേരത്ത് ഇതിൻ്റെ ആ ഒരു പേര് അതിന് കാത്തു സൂക്ഷിക്കാൻ പറ്റില്ലെന്നും പറയാനായിട്ട് ഇതിന് അതിനേക്കാളും നല്ലപോലെ തന്നെ പവർ കുറവാണ്. ഇതിൽ വരുന്നത് ആ ഒരു ട്രൈഡൻ്റ് എഞ്ചിനാണ്. ആ ഒരു ട്രൈഡനേക്കാളും പവർ ഇതിന് കൂടുതലാണ്. എങ്കിലും ഈ ഒരു 660 cc ഇൻലൈൻ 3 സിലിണ്ടർ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് വെറും 96 HP ആണ്. അതായത് നമ്മുടെ 126 HP പഴയ ഡേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന നേരത്ത് ഇത് വളരെ കുറവാണ്. ഇത് വരുന്നത് ഒരു 96 HP മാത്രം പവറാണ്. അതേപോലെ തന്നെ 64 Nm ടോർക്കും മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു എഞ്ചിൻ റെഡ് ലൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ 12650 RPM വരെ ഈ ഒരു എഞ്ചിൻ റെഡ് ലൈൻ ചെയ്യുന്നതാണ്. എങ്കിലും നമ്മുടെ ആ ഒരു പഴയ ഡേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന നേരത്ത് ഈ പവർ വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഇതിന് വേറൊരു കാര്യം കൂടെയുണ്ട്. ഇതിന് സീറ്റിംഗ് പൊസിഷനൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പഴയ ഡേറ്റോണ പോലെ ശരിക്കും അഗ്രസീവായ കമ്മിറ്റഡ് ആയ ഒരു സ്പോർട്സ് ബൈക്ക് പോലെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് കുറച്ച് റിലാക്സ്ഡ് ആയ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയാം. വേണം നമുക്കിതിനൊരു സ്പോർട്സ് ടൂർ എന്നൊക്കെ വിളിക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ നമ്മുടെ ആ ഒരു പഴയ ഡേറ്റിനേക്കാളും കുറച്ചുകൂടെ ആ ഒരു റിലാക്സ്ഡ് ആയ സീറ്റിംഗ് പൊസിഷനൊക്കെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഗ്ലോബലി ഇപ്പോൾ ഈ വണ്ടി ഷോക്കേസ് ചെയ്തേ ഉള്ളൂ. ഉടനെ തന്നെ ഇത് ഇന്ത്യയിലേക്ക് വരും. ഇതിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 9 lakh ആണ്. പിന്നെ റൈവൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ CBR 650R ഉണ്ട്, ZX 6R ഉണ്ട്, പിന്നെ നമ്മുടെ അപ്പറിലുള്ള RS 260 ഉണ്ട്. അപ്പം റൈവലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ CBR 650നേക്കാളും ഇതിന് നല്ലപോലെ തന്നെ പെർഫോമൻസ് ഉണ്ട്. ആ ഒരു റേഞ്ചിലേക്ക് ഇതിന് പ്രൈസും വരുന്നുള്ളൂ. പക്ഷേ ZX 6Rഉം അതേപോലെ തന്നെ RS 260 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് വണ്ടികൾക്കാണ് പെർഫോമൻസ് കൂടുതൽ. ZX 6R ഒക്കെ നോക്കുകയാണെങ്കിൽ ആ വണ്ടിക്ക് ഇപ്പോഴും 100 HP മേലെ പവർ ഉണ്ട്. അതേപോലെ തന്നെ RS 260ക്ക് നല്ലപോലെ തന്നെ പവർ ഇല്ലെങ്കിലും, അതായത് ഒരു 98 HP പവർ വരുന്നുള്ളൂ. പക്ഷേ അതിന് നല്ലപോലെ തന്നെ വെയിറ്റ് കുറവാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് RS 260 എന്ന് പറയുന്നത്. അപ്പം ആ രണ്ട് വണ്ടികൾക്കും നമ്മുടെ ആ ഡേറ്റോണായിട്ട് നല്ലപോലെ തന്നെ പെർഫോമൻസ് കൂടുതലാണ്. പക്ഷേ ആ രണ്ട് വണ്ടികൾക്കും വിലയും നല്ലപോലെ തന്നെ കൂടുതലാണ്. നമ്മുടെ ഡേറ്റോണേക്കാളും ഏകദേശം 3-4 ലക്ഷം രൂപയൊക്കെ എക്സ്പെൻസീവ് ആണ് ഈ പറഞ്ഞ രണ്ട് വണ്ടികളും. അപ്പം ആ ഒരു വില വെച്ച് നോക്കുന്നത് അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആ ഒരു വണ്ടി എന്ന് തന്നെ വിളിക്കാൻ പറ്റും. എന്തായാലും വണ്ടി റോഡിലിറങ്ങിയ ആ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണുന്നതിന് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക.